ഒരു കോടതി ഇന്നലെ പച്ചയായി ഈ കാര്യങ്ങൾ മുഴുവൻ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ SITയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കുറ്റപത്രം താമസിക്കുന്നതിൻ്റെ കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായി. SIT ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ മേൽ ആർക്കും സമ്മർദ്ദമില്ല. SIT സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പകൽ സൂര്യൻ ഉദിച്ചു നിന്നിട്ടും വൈകുന്നേരം 7 മണിക്ക് വന്നിരുന്നുകൊണ്ട് SITക്ക് സമ്മർദ്ദം ചെലുത്തുന്ന വാചകമൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, കോടതി പറഞ്ഞ എന്തൊക്കെയാണ് സ്മൃതി ഒന്ന് പറഞ്ഞേട്ടാ ആദ്യം. ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ അബിൻ ബർക്ക് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. കോടതി പറഞ്ഞ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിച്ചേട്ട സ്മൃതി എങ്ങനെയാണെങ്കിൽ കുറെ സമയം എടുത്തിട്ട് അങ്ങ് ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ആദ്യം പോറ്റി ഇറങ്ങിയതിൽ ആശങ്കയുണ്ടോ വിഷമമുണ്ടോ? അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നില്ല. ഇപ്പൊ സ്മൃതി എന്ത് ചെയ്യും എന്നെ? അതൊന്ന് കേൾക്കട്ടെ, പിന്നെ ഞാൻ മറുപടി പറയാം. അല്ല, അതാണല്ലോ നിങ്ങളുടെ ചോദ്യത്തെ മാത്രം പ്രതികരിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് കൂടി കോൺഗ്രസിന്റെ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും പറയും. പക്ഷേ തീർച്ചയായിട്ടും പറയും. അത് ആദ്യം തന്നെ പറയണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. പറയാതെ ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കും. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇത്രയും ശ്രീമതി സ്മൃതി ഉൾപ്പെടെ അതാണ് ചർച്ച ചെയ്യാൻ സ്മൃതി സമ്മതിക്കത്തില്ല. എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ശ്രീമതി സ്മൃതിക്ക് ഉൾപ്പെടെയുള്ള തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്.